Hey all, welcome to Impulse. So നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പോതെസിസ് ആണ്. സോ നമുക്ക് എന്താണ് ഹൈപ്പോതെസിസ് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഇതിന് മുന്നേ പറഞ്ഞ ഡെഫിനിഷൻസിലും കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഓരോന്നും അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോതെസിസ് കൂടുതൽ പഠിക്കാൻ പോവാണ്. സോ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എ ഹൈപ്പോതെസിസ് ഈസ് എ ടെൻഡേറ്റീവ് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ. നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ ഉണ്ടായിരിക്കും. ഈ വേരിയബിളിന്റെ റിലേഷൻഷിപ്പാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് നമുക്ക് ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെൻഡേറ്റീവ് ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ. സോ കീ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ഒരു ഗുഡ് ഹൈപ്പോത്തസിന്റെ കീ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ കൺസെപ്ച്വൽ ക്ലിയർ, ടെസ്റ്റബിൾ, റിലേറ്റ് ടു എക്സിസ്റ്റിംഗ് തിയറി ആൻഡ് ഇമ്പാക്ട്ഫുൾ, ലോജിക്കലി അൺഫൈൻഡ് ആൻഡ് കോംപ്രഹെൻസീവ്, കേപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ ആൻഡ് ഓപ്പറേഷനൈസേബിൾ. സോ ഇതാണ് ഇത്രയുമാണ് എൻ്റെ കീ ക്യാരക്ടേഴ്സ്. ആക്ച്വലി പറഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം, ടെസ്റ്റബിൾ ആയിരിക്കണം, ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം, ഉള്ള ഏകദേശം നമുക്ക് ഇപ്പോൾ ഉള്ള തിയറിയുമായിട്ട് കോ എക്സിസ്റ്റിംഗ് ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒബ്സർവേഷൻ പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. അതായത് നമുക്ക് ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് PPT വെച്ചിട്ട് അല്ലെങ്കിൽ PT സ്കാൻ വെച്ചിട്ട് നമുക്കൊരു ബ്രെയിനുണ്ടെന്ന് അനോമലി പഠിക്കണം. അപ്പം ഇന്ന PPT വെച്ചിട്ട് നമുക്ക് സൈക്കോളജിക്കൽ അനോമലി പഠിക്കാൻ സാധിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വെക്കുവാണ്, അല്ലെങ്കിൽ ഒരു സംഭവം വെക്കുവാണ്. അത് ഹൈപ്പോത്തസിസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ടെസ്റ്റബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഹെൽപ്പ് ടു നാരോ ഡേറ്റ കളക്ഷൻ ആൻഡ് പ്രൊവൈഡ് ഡിറക്ഷൻ ഫോർ ദി ഇന്റർപ്രിട്ടേഷൻ. അതായത് നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഫോർമാറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്ത് കുറച്ച് നമുക്ക് എന്താണോ വേണ്ടത് അവിടെ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഹൈപ്പോത്തസിസ് ആർ ഡിറൈവ്ഡ് ഫോം ഓഫ് ലിറ്ററേച്ചർ, പേഴ്സണൽ ഒബ്സർവേഷൻ, തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൻ്റെയൊക്കെ ഒരു ഡിറൈവ്ഡ് ഫോം ആണെന്നുള്ളതാണ്. ഹൈപ്പോത്തസിസ് ഫോർമാറ്റ് ഇഫ് എ ഈസ് ട്രൂ ദെൻ ബി ഷുഡ് ഫോളോ. സോ എ ട്രൂ ആണെങ്കിൽ ബി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫോർമാറ്റ് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് 2-3 ചെക്ക് പോയിന്റ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എ കറക്റ്റ് ആണെങ്കിൽ ബി ഫോളോ ചെയ്യുക, ബി കറക്റ്റ് ആണെങ്കിൽ സി ഫോളോ ചെയ്യുക, സി കറക്റ്റ് ആണെങ്കിൽ ഡി ഫോളോ ചെയ്യുക എന്ന രീതിയിലാണ് ഇത് നമുക്ക് ഫോളോ ചെയ്ത് പോകുന്നത്. ഡിഫിക്കൽട്ടി ഇൻ ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. സോ നമുക്ക് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാവുക? ഒന്ന്, നമുക്ക് തിയററ്റിക്കൽ നോളജ് ഇല്ല, ഫ്രെയിം വർക്ക് ഇല്ല, ഈവൻ അവയർനെസ് ഇല്ല, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, സയന്റിഫിക് മെത്തേഡ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സംഭവിക്കാം. സോ റിച്ചൻബാക്ക് 938 ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടെക്സ്റ്റ് ഓഫ് ഡിസ്കവറി, ഹൗ എ ഹൈപ്പോത്തസിസ് ഇസ് ക്രിയേറ്റഡ്, എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ പറഞ്ഞിരുന്നതാണ് കണ്ടെക്സ്റ്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, ലോജിക്കൽ റീസണിങ് ആൻഡ് ഇന്റർഫിയറൻസ് ഓഫ് ഹൈപ്പോത്തസിസ്, ലോജിക്കലി എങ്ങനെ റീസൺ ചെയ്യേണ്ടത്, ഈ ഹൈപ്പോത്തസിൽ എങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതൊന്നും അത്ര വലിയ സംഭവങ്ങളൊന്നും അല്ല. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഡിഫിക്കൽട്ടി ഇൻ ഹൈപ്പോത്തസിസ് ആണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത്. ഇനി ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിൽ നൺ ഹൈപ്പോത്തസിസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഉണ്ട്. നൾ ഹൈപ്പോത്തസിസ് H0 എന്ന് പറയും. അസ്യൂം നോ ഡിഫറൻസ് ഓർ നോ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. അവിടെ ഡിഫറൻസോ റിലേഷൻഷിപ്പോ ഉണ്ടായിരിക്കില്ല. യൂസ് ടു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. എക്സാമ്പിൾ, ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ മെമ്മറി സ്പാൻ ബിറ്റ്വീൻ ഷിസോഫ്രീനിയ ആൻഡ് നോർമൽ ഇൻഡിവിജ്വൽ. സോ ഷിസോഫ്രീനിയ ഉള്ളവർക്ക് നോർമൽ ഇൻഡിവിജ്വലിനും എന്താണ് മെമ്മറി സ്പാനിൽ ഒരു ഡിഫറൻസും ഇല്ല. അത് നോ ഡിഫറൻസ് ഓർ നോ റിലേഷൻഷിപ്പ്, ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നതാണ് നള്ള്. ഓൾട്ടർനേറ്റീവ് ആണെങ്കിൽ H1 ഓർ H എന്ന് പറയും. ഓപ്പോസിസ് H0 വാട്ട് ദ റിസർച്ച് എയിം ടു പ്രൂവ്, എന്താണ് അവർ എബൌട്ട് ടു പ്രൂവ് അല്ലെങ്കിൽ എന്താണ് അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്, അതിനെയാണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് പറയുന്നത്. ക്യാൻ ബി ഡിറക്ഷണൽ ഓർ നോൺ ഡിറക്ഷണൽ, ഡിറക്ഷനിലാകാം നോൺ ഡിറക്ഷനിലാകാം. ഡിറക്ഷനിലാണെങ്കിൽ പ്രെഡിക്ട് സ്പെസിഫിക് ഡിറക്ഷൻ ഓഫ് എ ഡിഫറൻസ്, നമുക്കൊരു ഡിഫറൻസ് പറയാനായിട്ട് പറ്റും. നോൺ ഡിറക്ഷനിലാണെങ്കിൽ ഓൺലി പ്രെഡിക്ട് ഡിഫറൻസ്, നോ ഡിറക്ഷനോ കാര്യങ്ങളോ ഒന്നും പറയില്ല. സോ നമ്മുടെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഈ ഹൈപ്പോത്തസിസ്, ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ചോദിക്കും, പക്ഷെ അങ്ങനെ ചോദിച്ച് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് മുന്നേ ഉള്ള എക്സാംസിലൊക്കെ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. കാര്യം നമുക്ക് അങ്ങനെ ചാപ്റ്റർ ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. പക്ഷെ കഴിഞ്ഞ എൻ്റെ പ്രാവശ്യം അങ്ങനെ അധികം ചോദിച്ച് കണ്ടില്ല. സോ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. സോ എറേഴ്സ് തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 ആണെങ്കിൽ ഫാൾസ് പോസിറ്റീവ് എന്ന് പറയും. സോ റിജക്ട് ട്രൂ H0, അതായത് നൾ ഹൈപ്പോത്തസിസ് കൊണ്ട് റിജക്ട് ചെയ്യാം, മീനിങ് ഉദ്ദേശിക്കുന്നത്. സോ ടൈപ്പ് 2 ആണെങ്കിൽ ഫാൾസ് നെഗറ്റീവ്, അക്സെപ്റ്റിംഗ് എ ഫാൾസ് എന്താണ് നൾ ഹൈപ്പോത്തസിസ് ആണ്. എറേഴ്സ് ഉണ്ടാവാൻ കാരണം എപ്പോഴൊക്കെ വരിക? സാമ്പിളിംഗ് കറക്റ്റ് അല്ല, പിന്നെ എന്തെങ്കിലും ഡിസൈനിലൊക്കെ ഫോൾട്ട് വരുന്നു, അല്ലെങ്കിൽ റോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നു, ഡേറ്റ കളക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാണിക്കുമ്പോഴാണ് എന്താണ് ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൊക്കെ വളരെ വലിയ എററുകളൊക്കെ സംഭവിക്കുന്നത്. എളുപ്പമാണ് നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ് ടൈപ്പ് 1, ടൈപ്പ് 2. സോ ചില ആൾക്കാർ ഈ ഹൈപ്പോത്തസിസിന് ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അത് എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ആണ്. ചില ആൾക്കാർ മിക്കവാറും കൺഫ്യൂഷൻ വരും, അവിടെ എത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അയ്യോ ഏത് ടൈപ്പാണ്. അപ്പോൾ ഒന്നെങ്കിൽ ചെയ്യുക H0 H1 എന്നിട്ട് അങ്ങനെ പഠിക്കുക,
അല്ലാതെ 0, 1 അല്ലെങ്കിൽ 1, 2 എന്നൊന്നും എഴുതി വെച്ച് കളയരുത്. അപ്പോൾ തന്നെ ഒരു വെട്ടിവിടും. കാര്യം നമുക്കത് അറിയാം H0 H1 ആണ്, അല്ലാതെ 1, 2 അല്ല എന്ന്. ഇനി ഈ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കൊരു സയന്റിഫിക് റിസർച്ചിന് എപ്പോഴും ഫൗണ്ടേഷൻ ആവശ്യമാണ്, ഒരു ഗൈഡ് ആവശ്യമാണ്. നമുക്ക് ഏതൊരു ലബോറട്ടറി എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ഗൈഡ് വളരെ അത്യാവശ്യമാണ് അല്ലേ. ആസ് പെർ ഗുഡ് ആൻഡ് ഹെയ്ഡ്, വിത്തൗട്ട് ഹൈപ്പോത്തസിസ് റിസർച്ച് ഈസ് അൺഫോക്കസ് റിസൾട്ടിങ് മീനിങ്ലെസ്. നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഐഡിയ ഇല്ല, പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല. ലിങ്ക്സ് തിയറി ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ടെസ്റ്റിംഗ്. സോ നെക്സ്റ്റ് വൺ ഈസ് സാമ്പിളിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ്. സാമ്പിളിംഗ് വെച്ച് എന്താണ്? ഒരു സെലക്ടിങ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെ സബ്സെറ്റിനെ സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുക. യൂസ്ഡ് വെൻ സ്റ്റഡി ദ എൻറ്റയർ പോപ്പുലേഷൻ ഈസ് നോട്ട് ഫീസിബിൾ. ടോട്ടൽ പോപ്പുലേഷനെ പഠിക്കാൻ പറ്റാത്ത ഓപ്ഷനിൽ അതിനകത്ത് വരുന്ന ഒരു പോപ്പുലേഷനെ മാത്രം എടുത്ത് പഠിക്കുന്ന രീതിയാണ് എന്ത് പറഞ്ഞാൽ സാമ്പിളിംഗ് എന്ന് പറയാം. പർപ്പസ് എന്താണ്? ടു ജനറലൈസ് റിസൾട്ട് ഫ്രം സാമ്പിൾ ടു പോപ്പുലേഷൻ. സോ നമുക്ക് ജനറലൈസ് സാമ്പിൾ ടു പോപ്പുലേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഇതിനകത്തുള്ള ഇത് തന്നെയാണ് ഈ ടോട്ടൽ പോപ്പുലേഷനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സാമ്പിളിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡിഫിക്കൽട്ടി ഇൻ ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? സോ ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ലാക്ക് ഓഫ് നോളജ് കാരണം, അവയർനെസ് കാരണം, പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. സാമ്പിളിങ്ങിന്റെ പേർപ്പസ് ഞാൻ പറഞ്ഞു, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, റിലയബിൾ ആണ്. നമുക്ക് ഒരു വലിയ പോപ്പുലേഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു സബ്സെറ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, പ്രിസൈസ് ആണ്, മിനിമം ബയാസേ ആവുള്ളൂ. ടോട്ടൽ പോപ്പുലേഷൻ ആകുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്, എഫക്റ്റീവ്നെസ് കുറച്ച് കുറവാണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ. ആൻഡ് സോഴ്സ് ഓഫ് ബയാസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബയാസ് എന്ന് വെച്ചാൽ യൂസ്ഡ് of non-random selection method, inaccurate or incomplete coverage of the population, non-response or inaccessible of certain group. So ഇവിടെ നമുക്ക് ഏത് രീതിയിലൊക്കെയാണ് സോഴ്സ് ഓഫ് ബയാസ് വരുന്നത് ഈ സാമ്പിളിംഗ് ചെയ്യുന്ന സമയത്ത്? സോ നോൺ റാൻഡം സെലക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഇന്നാക്യുറേറ്റോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കവറേജ് കിട്ടുന്നില്ല. അതായത് ഇതിനകത്ത് 2-3 പോപ്പുലേഷൻ ഡിഫറൻറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനിൽ തന്നെ സബ്സെറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ്, വൈ, ഇസഡ് ഇതൊക്കെ ഡിഫറെൻറ്റ് പോപ്പുലേഷനാണ്. ടോട്ടൽ പോപ്പുലേഷനെ എ എന്നും പറയുന്നു. പക്ഷേ ഈ പോപ്പുലേഷൻ എ എന്ന പോപ്പുലേഷനകത്ത് ഇതിനകത്ത് ബി, ഇതിനകത്തും ബി എല്ലാം ഒരേപോലെയാണ്. ഇവിടെ ഇപ്പോൾ ഇന്നാക്യുറസി ഇല്ലല്ലോ, അല്ലെങ്കിൽ കംപ്ലീറ്റും കവർ ആവുന്നുണ്ടല്ലോ. പിന്നെ നോൺ റെസ്പോൺസ് ഇല്ലാത്തതും പ്രശ്നം തന്നെയാണ്. പറയാൻ പോകുന്ന സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ്. ഇവിടെ നമ്മൾ രണ്ടിടത്ത് തിരിക്കുന്നുണ്ട്, നോൺ പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. സോ അതിൽ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലാണ് ഹഫസാഡ്, ആക്സിഡന്റൽ, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്നൊക്കെ പറയുക. സോ ഈസി ആൻഡ് മോർ കൺവീനിയൻ്റ് ആണ്, അൺറെപ്രസെൻറ്റേറ്റീവ് ആണ്. അത് മാത്രമല്ല പ്രൊനൗൺസ് ടു സിസ്റ്റമാറ്റിക് എറർ. സോ ഇന്റർവ്യൂയിങ് സ്റ്റുഡൻറ്റ് ഫ്രം എ ടീച്ചർ ക്ലാസ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ നോൺ. അത് അറിയാന്നുള്ള ആൾക്കാരെ മാത്രം ഇന്റർവ്യൂ എടുക്കുന്നു എന്നുള്ളതുപോലെ. കോട്ട സാമ്പിളിംഗ് ഫിക്സഡ് നമ്പർ ആയിരിക്കും, പ്രീ ഡിഫൈൻഡ് കാറ്റഗറി ആയിരിക്കും. നോ റാൻഡം, സ്റ്റിൽ പ്രോൺ ടു ബി ബയാസ് ആവാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ 10 മെയിൽ ആൻഡ് 10 ഫീമെയിൽ ഈസ് 30-60. സോ മോർ കൺട്രോൾ ദാൻ ഹഫാസാഡ് സാമ്പിളിംഗ്. ഇന്റർവ്യൂർ മേ സ്റ്റിൽ സെലക്ട് ബേസ്ഡ് ഓൺ കൺവീനിയൻസ്. അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ കോട്ട സാമ്പിളിങ്ങും പ്രശ്നമാണ്. എന്താണ് നമ്മുടെ ഹഫാസാഡ് ആക്സിഡന്റൽ കൺവീനിയൻസ് സാമ്പിളിങ്ങും പ്രശ്നം തന്നെയാണ്. ഇനി പർപ്പോസീവ് സാമ്പിളിംഗ് ആണ്. ഇവിടെ എക്സ്പേർട്ട് ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി മാത്രം സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. യൂസ്ഡ് ഇൻ എക്സ്പ്ലോറട്ടറി ഓർ ഫീൽഡ് റിസർച്ച്. എക്സാമ്പിൾ സ്റ്റഡിങ് പ്രോബ്ലം ബിഹേവിയർ ഇൻ ചിൽഡ്രൻ ബൈ ടാർഗറ്റിംഗ് സ്പെസിഫിക് നോൺ കേസ്. നമുക്ക് എന്താണോ അറിയുന്നത്, നമുക്ക് ഇന്നൊരു കേസാണ് അറിയേണ്ടത്, ഇന്നൊരു കാര്യം മാത്രം അറിയുന്നത്, നമ്മളവിടെ ഫോക്കസ് ഉണ്ട്, റിലവൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയണം, എക്സ് എന്നൊരു കാര്യം അറിയണമെങ്കിൽ ആ എക്സ് ആയിട്ടുള്ള പോപ്പുലേഷനെ മാത്രം എടുത്ത് പഠിക്കുന്ന രീതിയാണ് പർപ്പസ്. ഈ പേര് പറയുന്ന പോലെ ഒരു പർപ്പസ് ഉണ്ട്. അസാഫാഡ്, ഫിക്സഡ്, ഇത് രണ്ടും ബയാസ് ആവാൻ ചാൻസ് ഉണ്ട്. പർപ്പസീവ് മാത്രമാണ് ഇച്ചിരി നല്ലത്. സ്നോബോൾ സാമ്പിളിംഗ്, ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ അല്ലാതെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ നോക്കുക. സോ ഓൾസോ കോൾഡ് നെറ്റ്വർക്ക് ഓഫ് ചെയിൻ റെഫറൽ സാമ്പിളിംഗ്. എക്സിസ്റ്റിംഗ് സബ്ജക്ട് റെഫേഴ്സ് അതേഴ്സ്, യൂസ്ഡ് ഫോർ ഹിഡൻ ഓർ ഹാർഡ് ടു റീച്ച് പോപ്പുലേഷൻ. നമുക്ക് പോപ്പുലേഷന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അവർ കിട്ടാനായിട്ട്, അവരെ പഠിക്കാൻ പറ്റുന്നില്ല, അതൊരു കേസിലാണ് ഇങ്ങനെ ചെയ്യുക. യൂസ്ഫുൾ ഇൻ കമ്മ്യൂണിറ്റി ആൻഡ് പവർ സ്ട്രക്ചർ സ്റ്റഡി. സോ കമ്മ്യൂണിറ്റി പവർ സ്ട്രക്ചർ സ്റ്റഡിയിലൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇത് പേര് പറയുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡി തന്നെയാണ്. സോ ക്വിക്ക് ആൻഡ് ഈസി ആണ്, ബട്ട് നോട്ട് ട്രൂലി റാൻഡം. ക്യാൻ ഇൻട്രൊഡ്യൂസ് ബയാസ് ഇഫ് ലിഫ്റ്റ് ഈസ് ഓർഡർലി സിസ്റ്റമാറ്റിക്. സോ ഓർഡർലി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നു, ഓരോ പോർഷൻ തീർത്ത് പഠിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സോ ഇറ്റ്സ് വെരി മോസ്റ്റ് ഈസി ആൻഡ് കൺവീനിയൻറ്റ് മെത്തേഡാണ്. ബിക്കോസ് ഇങ്ങനൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ.
സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ സിമ്പിൾ റാൻഡം സാമ്പിൾ. സോ ഇത് ഈക്വൽ ഇൻഡിപെൻഡൻറ്റ് ചാൻസ് എല്ലാവർക്കും കൊടുക്കുന്നു. ഭയങ്കര സിമ്പിളാണ്, മോസ്റ്റ് കൺവീനിയൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ പഠിക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ വിത്ത് ഓർ വിത്തൗട്ട് റിപ്ലേസ്മെൻ്റ് ആണ്. പിക്കിംഗ് 10 സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 40 യൂസിങ് സ്ലിപ്സ് ഇൻ എ ബോക്സ്. സോ നമ്മൾ കുറേ സ്ലിപ്പുകൾ ഇട്ടിട്ട് ഇയാൾക്ക് ഈക്വൽ ചാൻസ് കൊടുക്കും. ഇവാലുവേറ്റ് എളുപ്പമാണ്, ബയാസ് ആവില്ല. പിന്നെ കുറച്ച് ഒരു സ്മോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് പഠിക്കാൻ പറ്റും. ലെസ് കോസ്റ്റ്ലി ആണ്, ഈസി ആയിട്ട് നമുക്ക് ഇവരെ പഠിക്കാനൊക്കെ പറ്റും. അത്രയും അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. കോൺസ് ആണെങ്കിൽ കംപ്ലീറ്റ് അപ് ടു ഡേറ്റ് ലിസ്റ്റ് ആയിരിക്കണം. ലാർജ് സാമ്പിൾ സൈസ് റിലയബിലിറ്റിക്ക് ആവശ്യമാണ്. കാര്യം കുഞ്ഞു സൈസ് നമ്മളിവിടെ പറയുന്നുള്ളൂ. ലാർജ് സാമ്പിൾ നമുക്ക് ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ജോഗ്രഫിക്കലി ഡിസ്പേഴ്സ് സാമ്പിൾ ക്യാൻ ഇൻക്രീസ് കോസ്റ്റ് ടൈം. സോ നമുക്ക് അധികം ആയി കഴിഞ്ഞാൽ കോസ്റ്റും ടൈമും നമുക്ക് കൂടുമല്ലോ. ആൻഡ് സ്കിൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആവശ്യമാണ്. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളാം. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. ഇനി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. പോപ്പുലേഷൻ ഡിവൈഡ് ഇൻറ്റു സ്ട്രാറ്റ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്രൈറ്റീരിയ. ഇപ്പോൾ ജെൻഡർ, എഡ്യൂക്കേഷൻ, 10 മുതൽ 20 വരെ ഒരു ആൾക്കാർ, 20 മുതൽ 30 വരെ വേറെ ആൾക്കാർ, അങ്ങനെ ഈച്ച് സ്ട്രാറ്റ ഇൻ സാമ്പിൾ റാൻഡംലി അവരെ എന്ത് ചെയ്യുന്നു, വെക്കുന്നു. ആൻഡ് മോർ ഡീറ്റെയിൽ ഫോളോ ഇൻ ദ നെക്സ്റ്റ് സെക്ഷൻ. സോ പിന്നെ നമ്മൾ അടുത്തടുത്ത സെഷനായിട്ട് അത് നമ്മൾ ഓരോ ബേസ് സ്ട്രാറ്റ പോലെ മാറ്റി വെച്ചിട്ട് അടുത്തടുത്ത സെഷനിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന രീതിയാണ്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. പിന്നെ ഹൈപ്പോത്തസിസ് മേ ബി ചോദിക്കാം, എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിന് സിഗ്നിഫിക്കൻ്റ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അത് മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് കുറവാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.